അങ്ങനെ ഞാൻ നാട്ടിലെത്തിയിരിക്കുന്നു. നമ്മുടെ അവകാശമാണല്ലോ നമ്മുടെ വോട്ട്, അത് ചെയ്യാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഗൈസ് നമുക്കത് പോയി ചെയ്യാം. ആ ഒരു വ്ളോഗ് തന്നെ ആവട്ടെ ഇന്നത്തെ ഒരു ഡേ. ഓക്കെ, അങ്ങനെ ഞാൻ വണ്ടിയിൽ എൻ്റെ സിസ്റ്ററിൻ്റെ കൂടെയാണ് പോണത്. ഓള് പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകം പറഞ്ഞു, ഓളെ ഈ വീഡിയോയിൽ കാണിക്കരുത്, ദൈവത്തോർത്ത് കാണിച്ചാൽ നിൻ്റെ കാല് തല്ലി പിടിക്കണമെന്ന് പറഞ്ഞിരിക്കണം. അതുകൊണ്ട് മാക്സിമം ഞാൻ കാണിക്കാതിരുത്തിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഓളുമായിട്ട് വണ്ടിയിൽ പൊക്കോണ്ടിരിക്കുകയാണ്. നാട്ടിൽ വെയിലും കാലാവസ്ഥയൊക്കെ ഇടയ്ക്കൊക്കെ കൊള്ളാലോ, അതിനുവേണ്ടി ഇങ്ങനെ കൊള്ളുന്നതാണ് ഗൈസ്. അങ്ങനെ താണ്ട് പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. ഇതെൻ്റെ വല്യച്ഛനാണ് കേട്ടോ. എന്നോട് ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ഈ എടുക്കണേന്നൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാരൊന്നും ഇല്ലായിരുന്നു, മാക്സിമം പെട്ടെന്ന് തന്നെ രാവിലെ തന്നെ പോയി. ഒരു 7:30 കഴിഞ്ഞപ്പോൾ എന്തായാലും പോയി ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ വന്നു. ഇതാണ് എൻ്റെ ആ ചിഹ്നം കണ്ടാൽ അറിയാലോ ഞാൻ ഏത് പാർട്ടിക്കാരിയാണെന്ന്. അപ്പം എൻ്റെ വോട്ടായ എൻ്റെ അവകാശം ആയ വോട്ട് ഞാൻ ചെയ്തിരിക്കുന്നു ഗൈസ്. പിന്നെ ഈ വർഷത്തെ വോട്ടിന് ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. എൻ്റെ ചെക്കന് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും ജയിക്കട്ടെ. പിന്നെ പേഴ്സണലി എനിക്കുള്ള കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ചെക്കൻ ജയിക്കണം, ആൾ സ്ഥാനാർത്ഥിയാണ്. പേഴ്സണൽ ഒപ്പീനിയൻ അത് മാത്രമാണ്. പിന്നെ ആര് ജയിച്ചാലും എന്ത് ചെയ്താലും നമുക്ക് നമ്മൾ തന്നെ ഉണ്ടാക്കണം, അതാണ് ഒന്ന് പറയാനുള്ളൂ. അപ്പോൾ ബൈ ഗൈസ്.